ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, നമ്മൾ മോണിറ്റൈസേഷൻ എന്ന പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്നോട് കുറേ പേര് എങ്ങനെ ചോദിക്കണം, അതായത് നിനക്കിപ്പോൾ ഇത്ര 11K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത്ര വ്യൂസ് കിട്ടുന്നുണ്ട്, അപ്പോൾ നിനക്ക് പൈസ വല്ലതും കിട്ടി തുടങ്ങി, അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ് അതിനോട് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ആദ്യമായിട്ടും മീൻസ് തുടങ്ങാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ, അവർക്ക് ഈ മോണിറ്റൈസേഷൻ എന്താണെന്ന് അറിയാത്ത കുറേ പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് ആൽബിൻ, വീട് തൃശ്ശൂരാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി വെച്ചിരിക്കും. ഓക്കെ, യെസ്. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഫണ്ട് നമുക്ക് കിട്ടുന്ന പരിപാടിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 4000 മണിക്കൂർ, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്. ഷോർട്സിനാണെങ്കിൽ 10 മില്യൺ വ്യൂസ്, അല്ലെങ്കിൽ ലോങ് വീഡിയോസിനാണെങ്കിൽ 4000 മണിക്കൂർ ആൾക്കാർ കണ്ടിരിക്കുന്നു, പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ്. അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അത് പാസ്സായാലാണ് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടുക. പിന്നെ മോണിറ്റൈസേഷൻ കിട്ടാന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അത് ഏതൊരു യൂട്യൂബർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് സെറ്റായി വരാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ചെയ്യുക. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിന് ഈ മറ്റേ 10 മില്യണൊക്കെ അടിക്കുന്നു. 10 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല. 4000 മണിക്കൂർ അങ്ങനെ തന്നെയാണ്. പക്ഷേ അപ്പം ഈ ഷോർട്ട് വീഡിയോസ് ചെയ്യണോണ്ട് അത് ഭയങ്കര സ്ലോ ആണ്. അത് ആവാറില്ലേ, അതൊരു 567 അങ്ങനെയാണെന്നുകൊണ്ട് എൻ്റെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 567K. മില്യൺ പോലും അപ്ലോഡ് അടിച്ചിട്ടില്ലേ. അപ്പം പിന്നെ ഉള്ളത് ഈ 4000 മണിക്കൂറാണ്. 4000 മണിക്കൂറിൽ എൻ്റെ ഒരു വീഡിയോ, ഒരു ഡാൻസിൻ്റെ വീഡിയോ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു 300 സംതിങ് K ആയിട്ട് ആ വീഡിയോ കയറിപ്പോയി. അതിലാണ് എനിക്ക് വാച്ച് അവർ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര വ്യൂസ് കിട്ടിയതല്ലേ, അപ്പോൾ നിനക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നല്ല രീതിക്ക് എന്ന് വിചാരിക്കും. പൈസ കിട്ടുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞു. പക്ഷെ ഇതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. കാരണം ഇത് എൻ്റെ ഡാൻസ് വീഡിയോ ആണ്. ഡാൻസ് വീഡിയോ എന്ന് പറയുന്നത് ഈ പാട്ടിൻ്റെ ഓണർമാർക്കാണ് അതിൻ്റെ ഫണ്ട് കിട്ടുക. അതിന് 10 പൈസ നമുക്ക് കിട്ടില്ല. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഓൺ വോയിസിൽ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങൾക്കാണ് നമുക്ക് ഫണ്ട് കിട്ടുക. അങ്ങനെ പരിപാടി കൂടി ഉണ്ട് ഇതിൽ. പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു വീഡിയോ എത്ര നേരം കണ്ടു, അത് മാത്രമല്ല ആ കാണുന്നതിൻ്റെ ഇടയിൽ എത്ര ആഡ് കണ്ടു, പിന്നെ അത് മാത്രമല്ല ആ ആള് ഇരുന്ന് കാണുന്നത് ഇപ്പം ഇന്ത്യയിൽ ഇരുന്നിട്ടാണോ അല്ലെങ്കിൽ വേറെ വല്ല രാജ്യത്തിൽ ഇരുന്നിട്ടാണോ, ഇപ്പോൾ ജസ്റ്റ് അമേരിക്കയിൽ ഇരുന്നിട്ടാണോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റങ്ങൾ വരും. പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വരുന്ന ആഡുകൾ നല്ല ബ്രാൻഡഡ് കമ്പനീസ് ആണെങ്കിൽ അതിനും മാറ്റങ്ങൾ വരും. പിന്നെ ഇതിൽ റവന്യൂ കിട്ടി തുടങ്ങുന്നത് നമുക്ക് ഡോളറായിട്ടാണ്. ഡോളർ എന്ന് പറയുന്നത് നമുക്ക് $1 ആയാലും നമുക്ക് വലിക്കാൻ പറ്റില്ല, മീൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല. ഇത് ഒരു $100 ആവണം, എന്നാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ ഇപ്പോൾ $10 അല്ലെങ്കിൽ $20 ഒക്കെ ആയാലും കിട്ടില്ല എന്ന് മീൻസ് മനസ്സിലായോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ പരിപാടി കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചാണ്. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നത്, അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സെപ്റ്റംബറിൽ എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞാണ്. ഇപ്പോൾ മാർച്ചായില്ല. ഇത്ര നാളായിട്ടും എനിക്ക് ആകെ കൂടി $10 കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത്ര നാളായിട്ടും $10 എനിക്ക് അത് കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് കുറവാണ്. ലോങ് വീഡിയോസ് ഇട്ടാലാണ്, അതിൽ ആഡ് വന്നാലാണ് നമുക്ക് ഫണ്ട് കിട്ടുള്ളൂ. ഷോർട്ട് വീഡിയോസിൽ അങ്ങനെ പൈസ കുറവാണ്, നല്ല രീതിയിൽ കുറവാണ്. പിന്നെ ലോങ് വീഡിയോസിൽ പൈസ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഓൺ വോയിസ് വീഡിയോ, അതായത് ഇപ്പോൾ എൻ്റെ ആ ഒരു ഞാൻ എടുത്ത ഐഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 1K വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ 1K വ്യൂസിന് ആകെ കൂടി കിട്ടിയിട്ടുള്ളത് $0.26 ഡോളർ. $0.26, വെറും $0.26 കേട്ടോ. എനിക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടി. ഇനി എന്തെങ്കിലും അതിനെക്കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിൽ പരിഹരിക്കാം. പിന്നെ ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.